അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ചായക്ക് കടിന്ന് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നൂൽപുട്ടൊക്കെ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് നിർത്താനുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം പാർന്നിട്ടാണ് കുഴച്ചിരിക്കുന്നത്. അതല്ല നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കിട്ടൂലേ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നമ്മളെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇന്ന് ഞാൻ നമ്മളെ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെന്തിനാ വെച്ചാൽ പെട്ടെന്ന് ചുട്ടജാനാണ് കേട്ടോ. ഇങ്ങനെ ആയാൽ വലിപ്പം ചെറുതാണെങ്കിലും വേഗം കുഴച്ചു കിട്ടാം. മറ്റേത് 3 പാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഇതാവുമ്പോൾ എല്ലാത്തിനും പീച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാത്തിലും പീച്ചെടുത്തിക്കണ്. ഇനി അതങ്ങനെ കടന്ന് വേഗട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണ്, നമ്മൾ വലിപ്പം ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മറ്റേ പാത്രത്തിൽ തന്നെ ചുടണം വരെ എല്ലാം സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ തക്കാളിയും കേങ്ങും വല്ലുള്ളിയൊക്കെ അരിഞ്ഞിട്ടില്ല കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്നും ഇടുന്നതാണ്. അതിൻ്റെ മസാലകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാക്കണേ ചാറ് ഞാൻ വേവിച്ച് വെച്ചു. പിന്നെ ഇതാക്കണേ നമ്മളെ സോഫ്റ്റ് നമ്മളെ നൂൽപുട്ട് റെഡിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നോൽമ്പിന് കൊടുന്നതേന് കേട്ടോ മല്ലി. അപ്പോൾ മല്ലിയൊക്കെ ഉണ്ടായതുകൊണ്ടും അരിയൊക്കെ പിന്നെ അരിയും തന്നെ നമുക്ക് റമദാൻ കിറ്റ് കിട്ടീനല്ലോ, അതിൽ പൊടി ഉണ്ടായിനല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിയും മല്ലിയൊന്നും നമ്മൾ പൊടിച്ചിട്ടില്ല ഇനി. അപ്പോൾ അതെന്താട്ടി ഞാൻ ഒക്കെ ഒന്ന് ഇനിയിപ്പോൾ മഴ പെയ്താൽ ചിലപ്പോൾ ചോരലുണ്ടാവില്ല. അപ്പോൾ അതേത്തി കുറച്ച് അരിയും പൊടിച്ചേക്കാം. പിന്നെ മല്ലിയും തന്നെ നമ്മൾ കേകി ഉണക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചോറ്റിനൊക്കെ വെള്ളം തീമിട്ട് കണ്ടാണ് പോയിനിയത്. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനി അരിയൊക്കെ അങ്ങനെ കണ്ണ് ചോറ് വേകട്ടെ. അപ്പോൾ ഇതിന് നമുക്കിന്ന് നല്ല മുതിരയാണ് കേട്ടോ ഇന്ന് കറി. അപ്പോൾ മുതിരയൊക്കെ നല്ലോണം കേകിയിട്ട് ഞാൻ കല്ലുണ്ട് വെക്കുകയാണ് കേട്ടോ. കല്ലിങ്ങനെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലുണ്ടാവും, ചിലപ്പോൾ കല്ലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ആക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കല്ല് കടിച്ചുകൊണ്ട് കേട്ടോ ചാറ്റിലും. അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ ഇതാക്കിയിട്ട് വെള്ളമൊക്കെ ചോർന്നെടുത്തിട്ട് പിന്നെ ഞാൻ പിന്നെ നമുക്കിത് ഇങ്ങനെ വറുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാക്കണ് ഉണക്കൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ്. പിന്നെ ഒരു കോളിഫ്ലവറും വാങ്ങിന് കേട്ടോ. അപ്പോൾ അത് പൊരിച്ചും ചെയ്യാം. പിന്നെ മുതിരയൊക്കെ ഞാൻ മുളകും മഞ്ഞളും പിന്നെ ഉപ്പും ഇട്ട് തക്കാളി ഇട്ട് ഒരു വെളുത്തുള്ളിൻ്റെ പോണി ഇട്ടീന് കേട്ടോ. അതിൽ കുറച്ച് തേങ്ങ അരക്കാൻ ഞാൻ 2 ജീരുള്ളിൻ്റെ പോണി ഇട്ടിക്കണ്. അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ പുളി പാർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പുളി പാരാതെയാണ് കേട്ടോ നമ്മളെ മുതിരക്കറി രസം. പിന്നെ നമ്മൾ കോളിഫ്ലവർ മസാല കൂട്ടി വെച്ചിനി, അതൊക്കെ ഒരു അടുപ്പത്ത് അത് പൊരിച്ചിട്ടുണ്ട്. പിന്നെ ചാറ് തൂമിച്ചെടുക്കാൻ വേണ്ടി ജീരുള്ളി കരിവേപ്പിൻ്റെ ഇല ഇട്ടിക്കണ്. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ ചാറിപ്പം വെള്ളം പോലെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ, അത് മുതിരയല്ലേ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ കോളിഫ്ലവർ പൊരിച്ച പാത്രത്തിൽ തന്നെ നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ കേട്ടോ. മുതിരക്കറിയും അതേമാതിരി ഉണക്കൽ പൊരിച്ചതും നല്ല രസമാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. പിന്നെ ചൂടാണ്, അതുകൊണ്ട് ഇപ്പം മുതിരയും തന്നെ ചൂടാണ്, പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല രസമാണ് കേട്ടോ മുതിരയും പിന്നെ ഉണക്കലും. പിന്നെ സനുവിന് കുറച്ച് കഞ്ഞി വിളമ്പി വെച്ചിരിക്കണ്. പിന്നെ അങ്ങനെ ഞാൻ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പം മീൻ പൊരിച്ചണീൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാസ് തുടക്കണീൻ്റെ ഇടയിൽ നമ്മൾ മീൻ ചട്ടി ഒന്ന് ചെരിഞ്ഞ് വെച്ചെങ്കിൽ എണ്ണയും മീനൊന്നും പോയിട്ടില്ല കേട്ടോ, താഴെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഒന്ന് തുടച്ചപ്പോൾ ഗ്യാസുമേലൊക്കെ ചാറ് ഉറ്റിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് നനച്ച് തുടച്ചെടുത്തെങ്കിൽ ഇപ്പോൾ അത് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് നനച്ച് തുടച്ച് വെക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാക്കണം നമ്മളെ മീൻ ഒക്കെ പൊരിഞ്ഞ് വന്നിക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിച്ചാണ് കേട്ടോ. നമ്മളെ നല്ല ഉണക്കമീനും പിന്നെ മുതിരക്കറിയും ഒക്കെ കൂട്ടി വെച്ചാണ്. നമ്മളെ കോളിഫ്ലവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പറ്റിയ ചാറാണിച്ചെങ്കിൽ ഒരുപാട് ചാറ് പാരണം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം ചാറ് പാർന്ന് കുഴച്ച് തിന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലോണം മുതിരച്ചാറൊക്കെ പാർന്നുകള് എന്നിട്ട് ഞാനിങ്ങനെ കുഴച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിച്ചിന്. വീഡിയോ കണ്ടുകണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ആ മല്ലി ഉണ്ടായിരുന്നല്ലോ, ആ മല്ലി ഇതൊക്കെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അരിയും മല്ലിയൊക്കെ പൊടിച്ചാൽ കൊടുത്തയച്ചു. പിന്നെ നമുക്ക് എളാപ്പാൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ മെയ് 1-ാം തീയതിയാണ്.
അപ്പോൾ അതിന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താട്ടി കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി നിലമ്പൂർക്കാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണത്. ശോഭികയിൽ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയതാണ്. അപ്പം മക്കളൊക്കെ പറഞ്ഞ് ശോഭികയ്ക്ക് പോകമ്മ, നമ്മൾ കണ്ടിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ലിഫ്റ്റിലാണ് പോകണം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ലിഫ്റ്റിൽ തന്നെ പോകണം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ല ചൊർക്ക് കേട്ടോ, ഉടുപ്പുകളാണ് കേട്ടോ. നല്ല നല്ല രസമല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ നമുക്ക് എത്ര വില ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് ഒരിടത്ത് കാണിച്ചു തരും കേട്ടോ. ഇതൊക്കെ നല്ല വില ഉണ്ടതാണ് കേട്ടോ. 2000 റുപ്യേൻ്റെയൊക്കെയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ മിന്നുട്ടി ഇങ്ങനെ ഓരോന്നെടുത്തും ഇതാക്കിയൊക്കെ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ. നോക്ക് ഉടുപ്പുമൊക്കെയാണ് കേട്ടോ കണ്ണ്. ഞാൻ പറഞ്ഞു എല്ലാം ഉടുപ്പല്ല, അപ്പോൾ ഉടുപ്പ് എടുക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓളതാക്കിയിട്ട്. അപ്പോൾ ഓൾക്ക് വെള്ള ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഓൾ ഇട്ടതും വെള്ള തന്നെയാണ്, എന്നാലും ഓൾക്ക് വെള്ളക്ക് ഭയങ്കര തീർപ്പതിയാണ്. അപ്പോൾ ഞാൻ അത് ഉടുപ്പ് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാറുണ്ടെന്ന് ഞാനങ്ങനെ കുട്ടിയൊക്കെ നോക്കാം. എനിക്ക് എടുത്തിക്കണേ ഇച്ച് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ട് ഒരു ചുരിദാർ കിട്ടിക്കണ്. പിന്നെ ഓക്കുള്ളത് തരികയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല നല്ല രസമല്ലേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളെ ഉടുപ്പുകളാണ്. എന്ത് രസമാണ് കാണാനെന്നറിയാം, കുഞ്ഞു മക്കൾക്കുള്ളത്. അങ്ങനെ ഒക്കെ പല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയത് നമുക്കിങ്ങനെ നോക്കിയിട്ട് വിലക്കനുസരിച്ചൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. ഇങ്ങനെ ഓരോട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എന്താ എത്ര റുപ്യേൻ്റെ വേണ്ടി വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ടത് ഓലെടുത്ത് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താട്ടീം ഉടുപ്പും കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ ഈ ഉടുപ്പ് തന്നെ കാണിച്ചിരുന്നത് ഇച്ച് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഉടുപ്പ്. അപ്പോൾ ഞാൻ മിന്നുട്ടിക്ക് എടുക്കാഞ്ഞത് പിന്നെ വിലയും നമുക്ക് താങ്ങൂല. പിന്നെ എന്താ ഉടുപ്പ് തന്നെയാണ് ഒക്കെ എല്ലാം നോക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണേ നല്ല ചൊറുക്കില്ല ഉടുപ്പുകളുണ്ട്. അതേമാതിരി പാൻറ്റും കുപ്പായം ഉണ്ട്. അതൊക്കെ പിന്നെ നമ്മളെ ടോപ്പുകളാണ് കേട്ടോ. പല വിലയുണ്ട് കേട്ടോ. ഇതാക്കണേ ഒക്കെ നല്ല രസമുണ്ട്, നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാക്കണം പിന്നെ വെഡ്ഡിങ് ചോളിയാണിത്. എന്ത് രസമാണ് കാണാൻ. പിന്നെ ഇതിങ്ങനെ ഞങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടി നിന്നപ്പം അവിടെ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ അവരൊരു സ്ക്രീനിൽ. അപ്പോൾ ഞാനിതൊന്ന് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കി. ഇച്ചി കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളാണ് ഓരോ കാണിച്ചു തരുന്നത് ആ TV കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കാട്ടി എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ എന്താട്ടി ഡ്രസ്സൊക്കെ കൊണ്ട് നമ്മൾ മടങ്ങിപ്പോരാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾക്ക് 3 ആൾക്കും ഡ്രസ്സ് കിട്ടിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ മക്കൾ പറഞ്ഞ ലിഫ്റ്റിൽ തന്നെ കയറാറുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ തന്നെ ഞങ്ങൾ പിന്നെയും കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരുന്നില്ല, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിക്കണം, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അപ്പം ഇനി മറ്റേ വീഡിയോയിൽ ഞാൻ ഇനി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.